ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ്. സിസ്റ്റർ ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തവണ ഉണ്ടാക്കി, അത് എനിക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ, വിപ്പിംഗ് ക്രീം, ബിസ്ക്കറ്റ് മാത്രമാണ് ആവശ്യമുള്ളൂ. ഞാനിതിൻ്റെ കൂടെ ഇന്ന് ഐസ്ക്രീമും പിസ്ത ഐസ്ക്രീമും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളെ വിപ്പിംഗ് ക്രീം, നമ്മളിതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിപ്പിംഗ് ക്രീം മധുരമുള്ളതായതുകൊണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക, മാംഗോ, ഫ്രഷ് ക്രീം, ഐസ്ക്രീം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതാണ് നമ്മുടെ പാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ്സ് വെക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ വെക്കാം. അതിനുശേഷം നമ്മളെ ക്രീം ഇട്ട് കൊടുക്കുക, നമ്മളെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ലെയർ നമ്മളെ മാംഗോ സിറപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബിസ്ക്കറ്റ്. ഇതേ സെയിം റൂട്ടീൻ നമ്മൾ 2-3 ലെയർ ചെയ്യുക. എന്നിട്ടൊരു 2-3 ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പുഡിങ്ങായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ട്. എല്ലാവരും നല്ല കമൻസ്, വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ മാക്സിമം ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഡെക്കറേറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അല്ലേ. ചില ആളുകൾക്ക് കിച്ചണിൽ കയറാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ പുഡിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫുഡ് എന്തെങ്കിലും ഒരു ഫങ്ഷനുള്ള സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഡിങ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അതിൽ മാംഗോ ഷുഗർ ഇല്ലാതെ ചെയ്തൊരു സാധനം ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി എന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഷുഗർ ഇല്ലാതെ കഴിക്കാനും എല്ലാവർക്കും കഴിക്കാനും എളുപ്പമാണ്. ആകെ വിപ്പിംഗ് ക്രീമിലുള്ള ഷുഗർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ കുറച്ച് ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷെ എന്നാലും ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇനി കുക്കിംഗ് ആവട്ടെ, ട്രാവൽ ആവട്ടെ, എന്തൊക്കെ വീഡിയോസ് ആണെങ്കിലും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഇതിൻ്റെ മുന്നത്തെ ഈ ഗസ്റ്റ് വന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കാണുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അത് നിങ്ങളെ കമൻസായിട്ടും അറിയിക്കുക. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്ന ആളാണ്. യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് പോലും. ഇങ്ങനത്തെ വീഡിയോസ് വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് ആ ഒരു ഫ്ലോയിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നല്ല രീതിയിൽ ഈ ഒരു പ്രിപ്പറേഷൻസൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പുഡിങ് കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെന്താ, ഇത് കുറേ ഉണ്ടല്ലോ, ഇത് തീരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാന്നൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി നമ്മളൊരു യമണ്ടൻ ട്രാവൽ വീഡിയോ വരാനുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടൊരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പണിപ്പുരയിൽ കയറിയിട്ടുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് അതൊരു നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നമുക്ക് വേറെ നമ്മളെ പിള്ളേർക്ക് വേറൊരു ചാനലുണ്ട്, ഷിയാൻഷ യൂട്യൂബ് ചാനൽ.
അതെല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതെല്ലാവരും പോയി കണ്ടു നോക്കുക. എൻ്റെ ചാനലിലുള്ളതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള വീഡിയോസ് അതിനകത്തുമുണ്ട്. അതെല്ലാവരും പോയി കണ്ടിട്ട് അതും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. മുംതാസ് ജഷി തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും പേര്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ്, ഇത് തീരുന്നില്ലല്ലോ, ഇനി എന്താണ് ഇപ്പം ഞാൻ പറയാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി എന്തായാലും ഞാൻ കർട്ടൻ ഇടാൻ പോവാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.